+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യും. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് എക്സാം വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളം എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന്റെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിന്റെ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മലയാളം എക്സാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 27-ാം തീയതിയാണ്. 27-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്ത് 5-ാം തീയതിയാണ് എക്സാം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് നോർമലി അറിയാം, നമുക്കിപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് ഉണ്ടാവാറുള്ളത് നമുക്ക് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് എക്സാമുകളും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ ഏതൊക്കെ ദിവസങ്ങളിലാണ് എക്സാം വരുന്നത്, ഏത് പേപ്പറാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം 27-ാം തീയതിയാണ് നമുക്ക് ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 27, 28, 4, 5 ദിവസങ്ങളിലാണ് നമുക്ക് എക്സാം വരുന്നത്. അതായത് 27/6/2026 വരുന്ന പേപ്പറാണ് മലയാള കവിത ആധുനികം എന്ന് പറയുന്ന പേപ്പർ. അതുപോലെ തന്നെ 28-ാം തീയതി നമുക്ക് വരുന്ന പേപ്പറാണ് 28/6/2026 വരുന്ന പേപ്പറാണ് കേരള ചരിത്രം പ്രാചീനം മധ്യകാലം എന്ന് പറയുന്ന പേപ്പർ. പിന്നെ നമുക്ക് എക്സാം വരുന്നത് 4-ാം തീയതിയാണ്. അപ്പം നമുക്ക് ഒരുപാട് ഗ്യാപ്പ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. നമുക്കിപ്പോൾ 1 വീക്കോളം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. കാരണം സാറ്റർഡേ സൺഡേ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകാനുള്ള ടൈം നിങ്ങൾക്ക് ഈ ഒരു ഇതിനുള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 28-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 4-ാം തീയതിയാണ്. അതായത് 4/7/2026 പിന്നെ മറ്റൊരു എക്സാം വരുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിനുശേഷം നമുക്ക് 5/7/2026 സൺഡേ ആണ് എക്സാം ഉള്ളത്. അതിൽ നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ് പേപ്പർ വരുന്നത്. അപ്പൊ ഇത്രയും എക്സാം ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ദിവസങ്ങളിലാണ് നമുക്ക് എക്സാംസ് ഉണ്ടായിരിക്കുക. അപ്പം ഏതാണ് കറക്റ്റ് ഡേറ്റ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ടൈമിന്റെ കാര്യമായിരിക്കും. അത് നമ്മുടെ ഹാൾ ടിക്കറ്റ് എല്ലാവർക്കും കിട്ടുമ്പോഴാണ് നമുക്ക് ഏത് ടൈമിലാണ് എക്സാം വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു ടൈം അനുസരിച്ച് എക്സാമും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. 27-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5-ാം തീയതിയാണ് നമുക്ക് എക്സാം അവസാനിക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ ടൈം അനുസരിച്ച് എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആകെ 4 പേപ്പർ മാത്രമാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പറുകളാണ് നമുക്ക് ഈ ഒരു മലയാളത്തിലുള്ളത്. അപ്പം എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്